Hello all my dears, welcome back to your YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഓൺ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് വരുമോ? ഈ ബന്ധം റീസ്റ്റാർട്ടാക്കാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. നെഗറ്റീവ് ചിന്തിക്കാതെ എല്ലാവരും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പോൾ എന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. Universe, please pray us. Universe, please pray us. Nine of Swords, Seven of Pentacles, Three of Wands, Knight of Pentacles. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 3 of Swords, Ace of Cups, Wheel of Fortune. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ? ഡിവൈൻ പ്ലീസ് പ്ലീസ്. ദ ന്യൂ ബിഗിനിങ് ആൻഡ് ദ ഫസ്റ്റ് മൂവ്. പ്ലീസ് പ്ലീസ്. ഡിവൈൻ പ്ലീസ് പ്ലീസ്. The Protector. ഈ റീഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതിപ്പം കൂടുതലായിട്ടും റെസനേറ്റ് ആവുക എല്ലാവർക്കും റെസനേറ്റ് ആവും. അതായത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടും കൂടുതലായിട്ട് അങ്ങനെയുള്ളവർക്കാണ് റെസനേറ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഇതുവരെ വിവാഹം കഴിക്കാതെ പ്രണയിക്കുന്ന ആൾക്കാർ, ഡിവോഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അപ്പം അങ്ങനെ പല ആൾക്കാർക്കും ഈ ഇന്നത്തെ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് കണക്റ്റഡ് ആവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഈ ഒരു നമ്മുടെ ടാരോ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പം ഈ ഒരു റീഡിങ്ങിൻ്റെ അകത്ത് ഡിവൈൻ പറയുന്നത്, നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും അവർക്ക് മിസ് ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് കഴിഞ്ഞ ഒരു നാളുകളെ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു നാളുകളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രണയം, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള ഒരു ബന്ധമായിരുന്നോട്ടെ. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ളവരുടെയൊക്കെ കാര്യം നോക്കുമ്പം ഒന്നല്ലേ ഡിവോഴ്സ് ആവാൻ നിൽക്കുന്നു, അല്ലെ ഡിവോഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവർ വേറൊരു വഴി തിരഞ്ഞെടുത്ത് പോയിട്ടുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. മേ ബി ഇപ്പം മറ്റൊരു പ്രണയബന്ധം അല്ലെ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ചിട്ടുള്ളതായിട്ടും ചില വ്യക്തികളെയൊക്കെ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് അവർക്ക് വല്ലാതെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ ആയിരുന്നു ശരിയെന്ന് ഈ സമയം തിരിച്ചറിയുന്ന ഒരു സമയം തന്നെയാണ്. അവർക്ക് നമുക്കിപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണറിനെ ഓരോ അരിമണിയിലും അത് കൊത്തി തിന്നേണ്ടവൻ്റെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് തൻ്റെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഈ സമയത്ത് അവരുടെ ഒരു പാർട്ട്ണറായിട്ട് നിങ്ങളെ ഈ സമയം അവർ കൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയായിരുന്നു ശരി, അല്ലെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞൊരു കാര്യം ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നും കാണിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെയൊക്കെ ബന്ധത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വന്നു പോയിട്ടുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. അതായത്
ഇപ്പം വേണ്ടാത്ത കാര്യങ്ങൾക്ക് പേരിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും മാറി നിന്നു, അല്ലെങ്കിൽ അത് ഒരുപാട് വർഷമായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമായിട്ട്, ഒരുപാട് നാളായിട്ടും മറഞ്ഞിരിക്കുന്ന ഒരു സത്യമായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഈ പേഴ്സൺ ഇപ്പം അവർ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റേതായിട്ടുള്ളൊരു തെറ്റാണ്, അല്ലെങ്കിൽ താൻ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാതെ നിങ്ങളോട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ളൊരു നിലപാട് അവർ എടുത്തുപോയി എന്നുള്ളൊരു വിഷമാവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതെന്നാണ് ഈ ഒരു സമയത്ത് അവരുടെ ഒരു മനസ്സ് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്താപം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലവണ്ണമുണ്ട്. അവർക്ക് പലപ്പോഴും നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് ദുഃഖിച്ചിരിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. ഓപ്പണായിട്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ഒരു ദുഃഖം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് പല ആൾക്കാരും വന്ന് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ ഒരു വിഷമം, അവരുടെ മനസ്സ്, അല്ലെ നിങ്ങൾ വീണ്ടും ഒന്നിക്കാനൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒന്നിക്കാൻ ഇവരുടെ സുഹൃത്തുക്കളോ ഇവരുടെ വീട്ടുകാരോ അല്ലെ ഫാമിലി മെമ്പേഴ്സൊക്കെയോ മേ ബി ഇപ്പോൾ അപരിചിതരായിട്ട് വന്ന്, അതായത് നിങ്ങൾക്ക് അവരെ അറിയത്തില്ല, തേർഡ് പാർട്ടിനെ അറിയില്ല, പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സുഹൃത്തോ അല്ലെ ഫാമിലി മെമ്പറോ ആയിരിക്കും. അവർ വന്ന് നിങ്ങളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഈ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലാൻ പറഞ്ഞും നിങ്ങളും ആ ഒരു പേഴ്സൺ ഒന്നിക്കാൻ പറഞ്ഞൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അത് കരഞ്ഞ് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെല്ലാം പങ്കുവെച്ചത് കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. മേ ബി ഈ പേഴ്സണായിട്ട് വന്ന് പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇത് ശരിയായിട്ട് തോന്നുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ സത്യസന്ധമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതാണോ, ഇവരത് വെറുതെ കളിപ്പിക്കാനോ അല്ലെങ്കിൽ വീണ്ടും ജീവിതം നശിപ്പിക്കാനാണോ ശ്രമിക്കുന്നതെന്നുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ടായിരിക്കാം. ശരിക്കും ഇത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു വിശ്വസ്തത എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ ഇനിയും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അവരുടെ മനസ്സ് നിങ്ങളോട് എല്ലാ ക്ഷമയും ഏറ്റുപറഞ്ഞ്, അല്ലെ എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങളോട് ക്ഷമ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് സ്വസ്ഥമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഇപ്പം നിങ്ങളെ വിഷമിപ്പിച്ചതിലും നിങ്ങളെ ദുഃഖിപ്പിച്ചതിലും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ചില പ്രൊപ്പോസലായിട്ട് വന്നിട്ടുള്ള ഒരു ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊപ്പോസലായിട്ട് കൊണ്ടുവന്നിട്ട് ഈ പേഴ്സൺ അത് പാലിക്കാതെ പോയി എന്നുള്ള ഒരു വിഷമം ഈ ഒരു പേഴ്സണുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതം കൂടി നശിപ്പിച്ച് കളഞ്ഞല്ലോ. അതായത് ഈ പേഴ്സൺ ഒരു വാഗ്ദാനം നൽകിയിരുന്നു, അതിപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമാണേലും നിന്നെ തന്നെയാണ് ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് സ്വീകരിക്കുന്നതെന്ന് ആ ഒരു പേഴ്സൺ വിവാഹത്തിൻ്റെ സമയത്ത് ഇപ്പം നമ്മളെല്ലാം ഒരു പ്രോമിസ് കൊടുക്കും. ആ ഒരു പ്രോമിസ് പാലിക്കേണ്ട രണ്ടുപേരുടെയും കടമയാണ്. അതിൽ രണ്ടുപേരുടെയും കടമയിൽ നിങ്ങൾ മാത്രമേ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ഭാര്യയായിട്ടും അല്ലെ ഭർത്താവായിട്ടും ഞാൻ നിൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കുമെന്നുള്ള ആ ഒരു പ്രതിജ്ഞ അല്ലെ ആ ഒരു പ്രോമിസ് നിങ്ങൾ ഇന്നും പാലിച്ചു വരുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അത് തെറ്റിച്ച് കളഞ്ഞത് നിങ്ങളുടെ പാർട്ട്ണറാണ്. അതായത് ഒരു നിമിഷത്തെ ഒരു എടുത്തുചാട്ടവും ഒരു നിമിഷത്തെ അവരുടെ ആ ഒരു വൈകാരികമായിട്ടൊന്നുമല്ല, ഭയങ്കര എടുത്തു ചാടിയുള്ള ഒരു തീരുമാനവുമാണ് നിങ്ങളെ ആ ഒരു പേഴ്സൺ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും മേ ബി ഇപ്പം ഒരു റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരുപാട് അവസ്ഥകളിൽ നിന്ന് വന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അതായത് ഇനി ഒരു പ്രണയബന്ധമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിന്നൊരു വ്യക്തിയായിരിക്കാം. ഫോഴ്സ്ഫുള്ളി ഈ പേഴ്സൺ നിങ്ങളെ എടുത്തു ചാടി ഈ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഈ ബന്ധത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ ചതിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് വന്നു പോയത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പ് ആയിട്ടുണ്ടായ നാളുകളിൽ ഈ ബന്ധത്തിൽ ശരിക്കും വരേണ്ടതായിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എടുത്തൊരു നിലപാട് തന്നെയായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇപ്പം ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് ആ ഒരു പ്രോമിസ് അല്ലെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്ക് താനായിട്ട് മാറ്റിക്കളഞ്ഞല്ലോ, അല്ലെ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ ഞാനായിട്ട് ചതിച്ചല്ലോ എന്നുള്ളൊരു മനസ്താപം ഇപ്പോൾ ഈ പേഴ്സണുണ്ട്.
അതായത് ഒരു വ്യക്തിനെ സ്വീകരിക്കുമ്പോൾ അവരെ ജീവിതത്തിലുടനീളം അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക, അവർക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്ക് പാലിക്കുക. ഇതൊക്കെയാണ് ഒരു സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ഒരു നല്ലൊരു പദമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ അത് വാക്ക് പാലിക്കാതെ പോയതിൽ അതീവ ദുഃഖിതരായിട്ട് തന്നെയാണ് ഇവരെ കാണാൻ കഴിയുന്നത്. അപ്പം നിലവിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുവാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സണ് വീണ്ടും നിങ്ങൾ അതായത് ചിലപ്പം ഇതൊരു സമയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ബുദ്ധിമുട്ടിലും അവരുടെ ആ മനസ്സിൽ നിന്ന് അത് ഒതുക്കി പിടിക്കാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായിട്ടും അത് ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളോടത് പറയണം, നിങ്ങളോട് അവർ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. അതുപോലെ മനസ്സ് തുറന്ന് സംസാരിക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡിവോഴ്സൊക്കെ ആവാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഡിവോഴ്സ് ആവണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം വേർപിരിയണ്ടെന്നുള്ള ഒരു രീതിയാണ്. മേ ബി ഇപ്പം ബ്രേക്കപ്പ് ആയിരിക്കാം. അപ്പം ബ്രേക്കപ്പ് സമയത്ത് പോലും, അതായത് ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുമ്പം ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കുള്ളതാണല്ലോ. അപ്പം ബ്രേക്കപ്പ് എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ അകത്ത് ഏറ്റവും ശരി. കാരണം ഇവിടെ വിവാഹം കഴിക്കാത്ത പല ആൾക്കാരും ഉണ്ട്. അവർക്ക് വേണ്ടി പറയണം, അങ്ങനെ ഒരു ബ്രേക്കപ്പിൽ നിൽക്കുവാണെങ്കിലും ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ നിങ്ങൾ രണ്ടുപേരും തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മനസ്സിനനുസരിച്ചാണ് നിങ്ങൾ തീരുമാനമെടുത്തത്. അതായത് അവർ നമ്മളോട് ഇങ്ങോട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്കിത് വേർപിരിയാം, അല്ലെ ഈ ബന്ധം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, നമുക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം ആ പറഞ്ഞ വാക്കിൽ ഇവരായിട്ട് നിങ്ങൾക്ക് ആ സമയം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നും നിങ്ങൾ അവർ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അത് പറയണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കുമുള്ളതെന്നാണ് ഡിവൈൻ ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വേർപിരിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ട്രാവലിംഗ് കാണിക്കുന്നുണ്ട്. ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ യാത്രകൾ എന്നതാണല്ലോ. അപ്പോൾ ആ യാത്രകൾ എന്തിനാണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പേഴ്സൺ ഇപ്പം സമയമോ കാലങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഇപ്പം ഈ പേഴ്സൺ ജോലിയിലായിരിക്കാം, നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടും ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം പെട്ടെന്ന് വന്ന് ഈ പേഴ്സണ് കാണണം, നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ദൂരദേശത്തായിരിക്കും, അപ്പോൾ ദൂരദേശത്ത് നിങ്ങളുടെ ഒപ്പം വരിക എന്നാണ് ഈ പേഴ്സൻ്റെയും ഒരാഗ്രഹം. ഇപ്പോൾ ഇവർ ഇതിനു വേണ്ടിയാണ് ആഗ്രഹിച്ച് നിൽക്കുന്നത്, അല്ലാതെ ഈ പേഴ്സണ് വേർപിരിയാൻ വേണ്ടിയല്ല ആഗ്രഹിച്ച് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ വരാറായി, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഓൾറെഡി ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മിഡ് നൈറ്റിലാവാം, അതായത് രാത്രി സമയങ്ങളിലാവാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഒരു നല്ലൊരു റീഡിംഗ് ആയിരുന്നു. ഇപ്പോൾ ഓൺ ഓഫർ തുടങ്ങിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.